ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇട്ട് നടക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബീഫ് കീമയാണ്. അപ്പോൾ ബീഫ് കീമ ചപ്പാത്തീൻ്റെ കൂടെ, പൊറോട്ടേൻ്റെ കൂടെ, അതുപോലെ ദോശേൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ബീഫ് കീമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പോഴേക്കും ഞാനിത് കഴിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. അപ്പോൾ ഇതിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ ഈസിയാണ്. പിന്നെ ബീഫ് വേവേണ്ട കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, അടിപൊളി ടേസ്റ്റുള്ള ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും. സൂപ്പർ. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ചതച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി കുറച്ച് റോസ്റ്റായി കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുങ്ങനെ കൊത്തി അരിഞ്ഞതാണ്. എപ്പോഴും ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴങ്ങി കിട്ടും. ഏകദേശം റോസ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഉള്ളി റോസ്റ്റായതിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു തക്കാളി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതും ഉള്ളി ഇനി നല്ലപോലെ റോസ്റ്റാകണം. കുറച്ച് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നമ്മൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതായത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. തീ കുറച്ച് വെച്ചിട്ട് നല്ല ഇളക്കി മിക്സാക്കി കൊടുക്കണം. അപ്പോൾ അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ബീഫ് കീമയുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് കീമ ഞാൻ കുറച്ച് വേവിച്ച് വെച്ചതാണ്. കാരണം ബീഫ് കീമ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വേവ് കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് വേവിക്കുന്നതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. അതുപോലെ തന്നെ 2 ഏലക്കായ്, ഒരു 2 ലീവ്സ്, ഇതൊക്കെ ഇട്ടിട്ടാണ് ഇത് വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും. നല്ല ഇളക്കി മിക്സാക്കി കൊടുക്കണം. പിന്നെ ആവശ്യം തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. കാരണം ഇത് രണ്ടും കൂടി ഒന്ന് സെറ്റായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മളെ ബീഫ് കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി, പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല മണക്ക് വരുന്നുണ്ട്, അടിപൊളി സാധനമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.